കേന്ദ്ര സർക്കാരിന്റെ PM-ശ്രീ എന്ന പദ്ധതി, അതായത് 14,500ഓളം സ്കൂളുകൾ, അതും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്കൂളുകൾ രാജ്യത്ത് നിർമ്മിക്കുന്ന ഒരു പദ്ധതിയാണത്. കേരളത്തിന് 302 സ്കൂളുകൾ ലഭിക്കും ഈ പദ്ധതിയിലൂടെ. പക്ഷേ നമ്മുടെ കേരള സർക്കാർ ഇതാ വേണ്ടെന്ന് പറയുകയാണ്. 302 സ്കൂളുകളൊന്നും സംസ്ഥാനത്ത് വേണ്ട. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഈ കേന്ദ്രത്തിന്റെ പദ്ധതിയിൽ വരുന്ന സ്കൂളുകൾ കേരളത്തിന് വേണ്ട എന്ന് തീർത്തു പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഇടതുപക്ഷ സർക്കാർ. എന്തുകൊണ്ടാണ് ജയസൂര്യൻ സാർ ഇത്തരത്തിലുള്ള സ്കൂളുകൾ നമ്മുടെ നാട്ടിൽ വേണ്ട എന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞിരിക്കുന്നത്? കാർത്തികപ്പള്ളി പോലെയുള്ള സ്കൂളുകൾ മതി എന്നാണോ തീരുമാനം? PM-ശ്രീ പദ്ധതി എന്നുള്ളത് ഭാരതത്തിലെ കുട്ടികൾക്ക്, സ്കൂൾ കുട്ടികൾക്ക് അന്താരാഷ്ട്ര നിലവാരമുള്ള പഠനം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയും ഹയർ സെക്കൻഡറി കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന കുട്ടികൾക്ക് നേരിട്ട് ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുന്ന ഒരു നിലവാരത്തിലേക്ക് അവരെ എത്തിക്കാൻ വേണ്ടിയുമാണ്. ഇത് വലിയൊരു പദ്ധതിയാണ്. 14,500 സ്കൂളുകൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായിട്ടാണ് സ്ഥാപിക്കുക. ഇതിന്റെ നടപടികൾ തുടങ്ങിയിട്ട് 2 വർഷം പൂർത്തിയാവുകയാണ്. അതായത് 2 വർഷം മുമ്പ് തുടങ്ങിക്കഴിഞ്ഞെങ്കിലും കേരള ഗവൺമെന്റ് ഇപ്പോഴും ഇത് വേണ്ട എന്നുള്ള ഉറച്ച നിലപാടിലാണ് ഉള്ളത്. എന്തുകൊണ്ട് വേണ്ട എന്നുള്ളതിന് സംസ്ഥാന സർക്കാർ പുറത്തു പറയുന്ന ഒരു കാരണവും യഥാർത്ഥ കാരണവും, അങ്ങനെ 2 കാരണങ്ങളുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ആദ്യമായിട്ട് എന്താണ് ഈ PM-ശ്രീ പദ്ധതി എന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് സർക്കാർ സ്കൂളുകൾക്ക് വേണ്ടി മാത്രമുള്ള പദ്ധതികളാണ്. ഇത് സ്വകാര്യ സ്കൂളുകളിൽ കിട്ടില്ല, എയ്ഡഡ് സ്കൂളുകളിൽ കിട്ടില്ല, തികച്ചും സർക്കാർ സ്കൂളുകൾക്ക് മാത്രമുള്ളതാണ്. കേരളത്തിലെ സർക്കാർ സ്കൂളുകൾ ഇപ്പോ നീതു പറഞ്ഞതുപോലെ ഓരോ ദിവസവും ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ്. വളരെ ദയനീയമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ആണ് കേരളത്തിലെ സർക്കാർ സ്കൂളുകൾക്ക് പൊതുവെ ഉള്ളത്. എന്നാൽ ചില സ്കൂളുകളൊക്കെ അതിൽ മെച്ചപ്പെട്ടിട്ടുണ്ട്. അത് ഉയർത്തിക്കാട്ടിയിട്ടാണ് കേരളത്തിലെ സ്കൂൾ വിദ്യാഭ്യാസം ഗംഭീരമാണ് എന്ന് സംസ്ഥാന സർക്കാർ അവകാശപ്പെടുന്നു. അപ്പോൾ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, നല്ല കെട്ടിടങ്ങൾ ഉണ്ടാക്കുക, നല്ല ലാബുകൾ ഉണ്ടാക്കുക, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകമായിട്ടുള്ള ശൗചാലയങ്ങൾ കൃത്യമായിട്ട് ഉണ്ടാക്കുക, കുടിവെള്ളം കൃത്യമായി ലഭിക്കുന്നതിന് ആവശ്യമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക, മഴവെള്ള സംഭരണി ഉണ്ടാക്കുക, റോഡിലേക്കുള്ള വഴി, വൈദ്യുതി, ഇന്റർനെറ്റ് കണക്ഷൻ ഇതെല്ലാം കൃത്യമായി ഏർപ്പെടുത്തുക, സ്മാർട്ട് ക്ലാസ് റൂമുകളായിട്ട് എല്ലാ ക്ലാസ് റൂമുകളെയും സ്മാർട്ട് ക്ലാസ് റൂമുകളായിട്ട് മാറ്റുക, സാങ്കേതികപരമായി ആഗോള നിലവാരത്തിലുള്ള പഠന സൗകര്യങ്ങളെല്ലാം ഉറപ്പാക്കുക, 3 മാസം കൂടുമ്പോൾ അധ്യാപകർക്ക് പരിശീലന പരിപാടികൾ നടത്തുക എന്നിങ്ങനെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു സ്കൂൾ അനുഭവം എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സാധാരണ പാവപ്പെട്ട ജനങ്ങളിലേക്ക് എത്തിക്കുക. ഇതാണ് ഒന്നാമത്തെ ലക്ഷ്യം. ഇപ്പോൾ നമുക്കറിയാം, സർവോദയ സ്കൂളുകളുണ്ട്, കേന്ദ്രീയ വിദ്യാലയങ്ങളുണ്ട്. ഇവയ്ക്കൊക്കെ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ പാവപ്പെട്ട ജനങ്ങൾ പഠിക്കുന്ന സാധാരണ സർക്കാർ സ്കൂളുകൾക്ക് ഈ സംവിധാനങ്ങളൊന്നും ഇല്ല, അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് എത്താൻ സാധിക്കുന്നില്ല. ഇപ്പോൾ ഈ പറയുന്ന ഇത് വേണ്ട എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാർ, പിണറായി വിജയൻ സർക്കാരിന്റെ മന്ത്രിസഭയിലെ 21 മന്ത്രിമാരിലെ 7 മന്ത്രിമാർക്ക് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്. 7 മന്ത്രിമാരുടെ കുട്ടികളും സർക്കാർ സ്കൂളിലല്ല പഠിക്കുന്നത്, ലക്ഷങ്ങൾ ഫീസ് കൊടുക്കാൻ കഴിയുന്ന സ്വകാര്യ സ്കൂളുകളിലാണ് പഠിക്കുന്നത്. അതുകൊണ്ട് മന്ത്രിമാരുടെ, MLA-മാരുടെ, MP-മാരുടെ കുട്ടികളെ ഇത് ബാധിക്കുന്നില്ല. ഈ MP-മാർക്കും മന്ത്രിമാർക്കും MLA-മാർക്കും വേണ്ടി സിന്ദാബാദ് വിളിക്കാൻ നടക്കുന്ന പാവപ്പെട്ടവന്റെ കുട്ടികളെ രക്ഷപ്പെടാൻ അനുവദിക്കുകയില്ല എന്ന നിശ്ചയദാർഢ്യമാണ് ഇടതുപക്ഷ സർക്കാർ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അങ്ങനെ പാവങ്ങൾ നല്ല സ്കൂളിൽ പഠിക്കണ്ട, മന്ത്രിമാരുടെ, MLA-മാരുടെ, MP-മാരുടെ മക്കളൊക്കെ ലക്ഷങ്ങൾ ഫീസ് കൊടുക്കാൻ കഴിയുന്ന സ്കൂളിൽ പഠിച്ചോട്ടെ. സിന്ദാബാദ് വിളിക്കുന്നവൻ സിന്ദാബാദ് വിളിച്ചാൽ മതി, കൊടിയും പിടിച്ച് പോസ്റ്റർ ഒട്ടിച്ച് നടന്നാൽ മതി, അവന്റെ പിള്ളേര് രക്ഷപ്പെടരുതെന്നുള്ള കൃത്യമായ ലക്ഷ്യമാണ് ഇതിന്റെ പിന്നിലുള്ളത്. എങ്കിൽ മാത്രമേ ഇസങ്ങൾ വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ. സമരം നടക്കുന്ന, ബസ്സിന് കല്ലെറിയുന്ന, ലാത്തിച്ചാർജ് നടക്കുന്ന ഏതെങ്കിലും ഒരു സ്കൂളിൽ ഏതെങ്കിലും മന്ത്രിയുടെ കുട്ടി പഠിക്കുന്നുണ്ടോ? ഒരൊറ്റ മന്ത്രിയുടെ കുട്ടി പഠിക്കുന്നില്ല. എന്നിട്ട് പാവപ്പെട്ടവരെ പഠിക്കാനോട്ട് സമ്മതിക്കുകയില്ല. അതാണ് ഇതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയമായ ലക്ഷ്യം. അതിനവർ പറയുന്ന കാരണം എന്താണ്? ഇത് കാവ്യവൽക്കരണമാണ്, ഹിന്ദുത്വമാണ്, കേന്ദ്ര പദ്ധതിയെ നയപരമായി സർക്കാർ എതിർക്കുന്നതാണ്. അതുകൊണ്ട് ഈ PM-ശ്രീ പദ്ധതി വേണ്ട, ഇതാണ് പറയുന്നത്. ഇതുകൊണ്ടുണ്ടാകുന്ന നഷ്ടം എത്രയാണ്? 302 സർക്കാർ സ്കൂളുകൾക്ക് ആദ്യഘട്ടമായി 2 കോടി രൂപ വീതമാണ് കിട്ടുക. അപ്പോൾ 2 കോടി രൂപ ഒരു സ്കൂളിലേക്ക് ആദ്യഘട്ടമായി കിട്ടുകയാണ്. അതിനുശേഷം പിന്നാലെ വേറെയും വരുന്നുണ്ട്.
അപ്പോൾ ഈ 2 കോടി രൂപയും വേണ്ട, ഈ വികസനവും വേണ്ട എന്ന് പറയുമ്പോൾ അതിന് പറയുന്ന കാരണങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച സൗകര്യങ്ങൾ വേണ്ട എന്നുള്ളത് മാത്രമല്ല, കേന്ദ്ര സിലബസ്, കേന്ദ്ര പദ്ധതികൾ, കേന്ദ്ര പരിശീലന പരിപാടികൾ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ കമ്മ്യൂണിസത്തിന്റെ പൊള്ളത്തരം മനസ്സിലാവും. ഇവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രൂരത എന്താണ് എന്ന് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു മാറ്റം വന്നാൽ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിലനിൽപ്പില്ലാതാവും, SFIക്ക് ആളെ കിട്ടാതെയാകും. ഇതൊക്കെയാണ് ഇവരുടെ ഭയം. മാത്രമല്ല, മറ്റൊരു കാര്യം കൂടിയുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ പദ്ധതി നടപ്പാക്കുമ്പോൾ സംസ്ഥാന ഗവൺമെന്റ് അവരുടേതായിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടതുണ്ട്. കാരണം സംസ്ഥാന സർക്കാരിന്റെ കയ്യിലുള്ള സ്കൂളുകളാണ്. ആ സ്കൂളുകളിലെ പഠന നിലവാരം ഉയർത്തേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അധ്യാപകരുടെ നിലവാരം ഉയർത്തേണ്ടി വരിക എന്ന് തന്നെയാണ്. അധ്യാപകരും മഹാഭൂരിപക്ഷം പേരും CITUക്കാരോ അല്ലെങ്കിൽ ഇടതുപക്ഷ സംഘടനയിൽപ്പെട്ടവരോ ആണ്. അവർക്ക് പഠിപ്പിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അതുകൊണ്ട് പരിശീലനത്തിന് പോകാനും കാലാകാലങ്ങളായിട്ടുണ്ടാകുന്ന അപ്ഡേഷനുകൾ സ്വീകരിക്കാനും അതനുസരിച്ച് കുട്ടികളെ പഠിപ്പിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പോൾ കേന്ദ്ര സ്കൂളുകൾ, അതായത് PM ശ്രീ സ്കൂളുകൾ വന്നാൽ അധ്യാപകർ പരിശീലനത്തിന് പോകേണ്ടി വരും. അധ്യാപകരുടെ പഠന നിലവാരം പരിശോധിക്കാനുള്ള സംവിധാനമുണ്ട്. 117 പരിശോധനാ സംവിധാനങ്ങളുണ്ട്. അതാണ് ഇവരെ ഭയപ്പെടുത്തുന്നത്. അതായത് ഒരു സ്കൂളിന്റെ ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയുണ്ട്, സ്കൂളിന്റെ പഠന നിലവാരം എങ്ങനെയുണ്ട്, അധ്യാപകരുടെ ഗുണനിലവാരം എങ്ങനെയുണ്ട് എന്ന് തുടങ്ങി കുട്ടികളുടെ പോഷകാഹാരം വരെയുള്ള കാര്യങ്ങൾ 117 സൂചകങ്ങളിലൂടെ പരിശോധിക്കും. അങ്ങനെ പരിശോധിച്ചു കഴിയുമ്പോൾ CITU അധ്യാപകരുടെ ഈ പറയുന്ന ട്രേഡ് യൂണിയൻ പ്രവർത്തനം വരെ ചോദ്യം ചെയ്യപ്പെട്ടെങ്കിലോ എന്നുള്ള ഭയമാണ് ഈ പരിപാടിയെ ഇവിടെ വേണ്ട എന്ന് തീരുമാനിക്കാൻ കാരണം. അപ്പോ സത്യത്തിൽ ഇതുകൊണ്ട് നഷ്ടം വരുന്നത് ആർക്കാണ്? ഇവരുടെ ശമ്പളത്തിൽ 1 രൂപ പോലും കുറയാൻ പോകുന്നില്ല. നഷ്ടം വരുന്നത് സാധാരണക്കാരനാണ്. ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം കൊടുക്കാൻ അധ്യാപക സംഘടനകൾ തയ്യാറല്ല. അധ്യാപക സംഘടനകളാണ് ഇത് തുരങ്കം വെച്ച് പരാജയപ്പെടുത്തിയിരിക്കുന്നത്. അധ്യാപക സംഘടന എന്ന് പറയുന്നത് മുഴുവൻ രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടി CPIM കെട്ടിപ്പൊക്കിയിരിക്കുന്ന സംഘടനകളാണ്. അതിനെ എതിർക്കാനുള്ള ശേഷി ഇവിടുത്തെ കോൺഗ്രസ് സംഘടനയ്ക്കില്ല. ഈ അധ്യാപക സംഘടനാ രംഗങ്ങളില് CITUവിന്റെ സർവാധിപത്യം നിലനിൽക്കുന്നത് കൊണ്ട് അവരുടെ അധ്യാപകർക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാനോ പരിശീലനത്തിന് പോകാനോ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനോ കുട്ടികളുടെ പഠന നിലവാരം മോശമായാൽ അധ്യാപകർ എന്ത് തിരുത്താണ് വരുത്തേണ്ടത് എന്ന് മോണിറ്റർ ചെയ്യാനോ ഒരു സംവിധാനം വന്നിരിക്കട്ടെ. പണിയെടുക്കേണ്ടി വരും, അധ്യാപകർക്ക് പണിയെടുക്കേണ്ടി വരും. അതുകൊണ്ട് പണിയെടുക്കാൻ കഴിയാതെ കുഴിമടിയന്മാരായി ട്രേഡ് യൂണിയനും കളിച്ച് രാഷ്ട്രീയവും കളിച്ച് നടക്കുന്ന ഇന്നത്തെ അധ്യാപക പരിപാടി, സർക്കാർ സ്കൂളിലെ അധ്യാപക പരിപാടിക്ക് നിയന്ത്രണം വന്നെങ്കിലോ എന്ന ഭയമാണ് ഈ കേന്ദ്ര പദ്ധതി വേണ്ട. അതിന് എളുപ്പത്തിൽ പറയാതെ കാവ്യവൽക്കരണം. ഇവിടെ എന്ത് കാവ്യവൽക്കരണം? ലാബില് കെമിക്കൽ സാധനം മേടിക്കുന്നതിനകത്ത് കാവ്യവൽക്കരണം ഉണ്ടോ? സ്കൂൾ ഇല്ലാത്ത കെട്ടിടം നന്നായിട്ട് പണിയുന്നതിന് കാവ്യവൽക്കരണം ഉണ്ടോ? കമ്പ്യൂട്ടറൈസ് ചെയ്യുന്നതിനകത്ത് കാവ്യവൽക്കരണം ഉണ്ടോ? കുടിവെള്ളവും മഴവെള്ള സംഭരണിയും മൂത്രപ്പുര ഉണ്ടാക്കുന്നതിന് കാവ്യവൽക്കരണം ഉണ്ടോ? അപ്പോ ഇതൊക്കെ ചോദിച്ചാൽ അതിനൊന്നും സഹാക്കന്മാർക്ക് മറുപടിയില്ല. ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. തോന്നിയാസം നടക്കില്ല, പഠിപ്പിക്കേണ്ടി വരും, പണിയെടുക്കേണ്ടി വരും, കുട്ടികൾക്ക് റിസൾട്ട് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ക്വസ്റ്റ്യൻ എഴുതി വെച്ചാൽ 72 മാർക്ക് കൊടുക്കുന്ന വിദ്യാഭ്യാസമാണ് കേരളത്തിലെ സർക്കാർ സ്കൂളുകളിൽ നടക്കുന്നത്. ഇപ്പോൾ ഓരോ വർഷം കഴിയുമ്പോഴും നോക്കിക്കോളൂ, കേരളത്തിലെ പഠന നിലവാരം 99.8%. ഇനി അടുത്ത വർഷം ആകുമ്പോൾ ഇത് 102%, അതിന്റെ അടുത്ത വർഷം 110% ആവും. അതായത് സർക്കാർ സ്കൂളുകളിൽ പത്രം ഇടാൻ വരുന്നവന് വരെ ഇനി ചിലപ്പം ഫുൾ A+ കിട്ടിയെന്ന് വരും. ആ രീതിയിലുള്ള അധ്യാപനമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ഈ തോന്നിയാസങ്ങൾ അവസാനിപ്പിക്കും എന്നുള്ള ഭയം കൊണ്ടാണ് ഈ അധ്യാപക സംഘടനകൾ, പ്രത്യേകിച്ച് CITU, ഈ തരത്തിലുള്ള എതിർപ്പ് ഉയർത്താൻ കാരണം. അവരെ ആശ്രയിച്ച് നിൽക്കുന്നവരാണ് സർക്കാർ എന്നുള്ളത് കൊണ്ട് സർക്കാരിന് ഇത് നടപ്പാക്കാൻ നിർവാഹമില്ല. പക്ഷെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്നും കൂടി ഞാൻ പറയാം. ഏതൊക്കെ കേന്ദ്ര പദ്ധതികളെ കേരള സംസ്ഥാന ഗവൺമെന്റും ഇടതുപക്ഷങ്ങളും എതിർത്തിട്ടുണ്ടോ, വർഷങ്ങൾക്ക് ശേഷം ഇവർ തന്നെ ഇതൊക്കെ നടപ്പാക്കിയിട്ടുമുണ്ട്. ഒരു 10 കൊല്ലം കഴിയുമ്പോൾ ഈ PM ശ്രീ പദ്ധതി വേണമെന്ന് പറയും, 15 കൊല്ലം കഴിയുമ്പോൾ PM ശ്രീ പദ്ധതി നടപ്പാക്കുകയും ചെയ്യും. അപ്പോഴേക്കും കേരളത്തിലെ സ്കൂളുകൾ ബാക്കി ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം.
യെസ്. എന്തായാലും ഇവർ ഈ പദ്ധതി വേണ്ട എന്ന് പറയുന്നത് സ്കൂളുകൾ കാവ്യവൽക്കരിക്കാനുള്ള കേന്ദ്രത്തിന്റെ ശ്രമം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെ കേന്ദ്രം പ്രഖ്യാപിച്ച ഏതൊക്കെ പദ്ധതികളാണ് പാർട്ടി ഏറ്റെടുത്ത് കാവ്യവൽക്കരിച്ചിട്ടുള്ളത് എന്ന് കൂടി സംസ്ഥാന സർക്കാർ വിശദമാക്കേണ്ടതുണ്ട്. ഇതിന് ഇവർ പറയുന്ന ഈ ന്യായത്തിന് പിന്നിലെ അജണ്ട എന്ന് പറയുന്നത് ജയസൂര്യൻ സാർ പറഞ്ഞതുപോലെ പണിയെടുക്കാൻ വയ്യ എന്നുള്ളത് കൂടിയാണോ എന്ന് സംശയിച്ചു പോയാലും തെറ്റു പറയാൻ സാധിക്കില്ല. വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.